സമാധാനം വന്നിട്ടില്ല. ഗാസയിൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇത് എന്ന് അവസാനിക്കും? സമാധാനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറായിരുന്നോ ട്രംപിന്റെ 20 ദിന ഗാസ സമാധാന പദ്ധതി? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കാരണം ഇപ്പോൾ ഉരുത്തിരിയുന്നൊരു ചിത്രം നോക്കിയാൽ കാരണങ്ങൾ അനവധിയുണ്ട്. മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ ഉണ്ട്. കൊടുത്ത മൃതദേഹങ്ങൾ ചിലത് ഐഡന്റിഫൈ ചെയ്തപ്പോൾ അത് ഉദ്ദേശിച്ച മൃതദേഹങ്ങളല്ല. അതൊന്ന്. 2, ഇസ്രയേലി സൈനികർ ഇപ്പോഴും യെല്ലോ ലൈൻ എന്ന് പറയുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമുണ്ട്. അവിടേക്ക് നിരന്തരം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതിൽ കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു. അതിന് 10 ഇരട്ടി, 100 ഇരട്ടി പ്രഹരശേഷിയോടുകൂടിയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. 104 പലസ്തീനിയൻസാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ജീവൻ പൊലിഞ്ഞു വീണത്. അപ്പൊ ഇവിടെ വെടിനിർത്തലിന് എന്ത് സാങ്കത്യം എന്ന് ചോദിക്കാം. ഇനി ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കരാർ അനുസരിച്ചാണെങ്കിൽ ഉണ്ട്. ഇസ്രായേൽ 2 രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് ട്രംപിനും അറബ് രാജ്യങ്ങൾക്കും കഴിയുന്നില്ല? കരാറുമായി അവർ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചല്ലോ. അപ്പോൾ അവർക്കും ഈ ഉത്തരവാദിത്വമില്ലേ? സ്കൂളിലൊക്കെ വലിയ ക്ലാസ്സിൽ ബഹളം ഉണ്ടാകുമ്പോൾ സൈലൻസ് എന്ന് ചൂരൽവടി മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് ടീച്ചർ പറയുമ്പോൾ ക്ലാസ് അങ്ങ് സൈലന്റ് ആകും. അങ്ങനെ ട്രംപ് ഒരു ഹെഡ് മാസ്റ്റർ സിൻഡ്രോമോടുകൂടി മേശയിലടിച്ചാൽ നിശബ്ദമാകുന്ന ഒരു ലോകമല്ല ഇപ്പോൾ. അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഉറപ്പാക്കേണ്ട ഒന്നാണ്. കരാർ എന്ന് പറയുന്നത് സഭ്യമായ വാചകങ്ങൾ ഉപയോഗിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു ധാരണാപത്രം മാത്രമാണ്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രൊവിഷൻ റിക്വയർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫോഴ്സ്, ഡിസ്പ്ലേ ഓഫ് ഷിയർ സ്ട്രെങ്ത് ആൻഡ് ഫോഴ്സ്. ഇതാരാണ് ഈ ബലപ്രയോഗം നടത്തേണ്ടത്? ഒന്നുകിൽ അമേരിക്കയുടെ സൈന്യം ഗാസയുടെ മണ്ണിലേക്ക് എത്തി ഗാസയിലെ ഹമാസിനെ നിരായുധീകരിക്കണം, അല്ല എങ്കിൽ ഒരു സംയുക്ത സൈനിക നീക്കമുണ്ടാകണം. അറബി മധ്യസ്ഥന്മാർ, 3 മധ്യസ്ഥന്മാരാണല്ലോ ഉള്ളത്. 1 ഈജിപ്റ്റ്, 2 ഖത്തർ. മധ്യസ്ഥ രാജ്യമല്ല എങ്കിലും തുർക്കിയുടെ ഒരു സൈന്യവും അതിനോട് ചേർത്ത് കാണേണ്ടതുണ്ട്. സൗദി അറേബ്യ മധ്യസ്ഥ രാജ്യമല്ല, കുറച്ച് ഈ പ്രക്രിയയോടൊപ്പം നിൽക്കുന്നതാണ്. UAE ഒക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ സേനാ യൂണിറ്റുകൾ അവിടെ പ്രവേശിക്കുന്നതിനെ കുറിച്ചൊരു ചർച്ചയുണ്ടായി. അപ്പോൾ ആദ്യം തന്നെ തുർക്കിയുടെ യൂണിറ്റുകൾ ഇസ്രായേലിൽ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ഗാസയുടെ മണ്ണിൽ പ്രവേശിക്കുന്നത് ഇസ്രായേൽ ഘടകവിരുദ്ധമായി എതിർത്തു. അതൊന്ന്. ഈജിപ്തിന്റെ സൈന്യങ്ങൾ വരുന്നത് കുഴപ്പമില്ല. ഖത്തർ ഒരു നിഷ്പക്ഷ രാജ്യമാണ്, വലിയ പ്രശ്നമുള്ള രാജ്യമല്ല, ഇസ്രായേലിന് അനുവദിക്കാം. ഇത് സംസാരിക്കുന്നതല്ലാതെ ഒരൊറ്റ വൈദേശിക സൈനികനും ഗാസയുടെ മണ്ണിലെത്തി ഹമാസിനെ നിരായുധീകരിച്ചിട്ടില്ല. അപ്പൊ ഇതിലെ 2ാം ഘട്ട ചർച്ചയിലെ പ്രധാന ഐറ്റം എന്താണ്? ഹമാസിന്റെ നിരായുധീകരണം, അല്ലെ? ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായ പിന്മാറ്റം. ഇത് സാധ്യമാണ് ഭരണത്തിൽ. അടുത്ത ഭരണകൂടം എങ്ങനെ? ഇതൊക്കെ പറയുന്നതല്ലാതെ മാസം 1 കഴിഞ്ഞിട്ടും വഞ്ചി തിരുനക്കർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഹമാസ് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്, ഞങ്ങളാണ് ആത്യന്തികമായി ഗാസയുടെ സംരക്ഷകർ, ഗാസയുടെ ഭരണകൂടം. അത് എന്തു വന്നാലും ഞങ്ങൾ ഗാസ വിട്ടുപോവില്ല. എന്ന് മാത്രമല്ല, ഗാസയുടെ ഭരണം വിടാനും ഉദ്ദേശിക്കുന്നില്ല. ഗാസയുടെ നിയന്ത്രണം തങ്ങൾക്കാണ്. ഇത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിരന്തരമായി സായുധമായി അവർ ഇസ്രായേൽ സൈന്യവുമായി ഇപ്പോഴും പോരടിക്കുന്നു. ബലഹീനമായി, ദുർബലമായി എങ്കിൽ പോലും ഇസ്രായേൽ സൈന്യവുമായി പോരടിക്കുന്നു. ഇത് വലിയ സാധ്യതയാണ് ഇസ്രായേലിന്. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ കാത്തിരിക്കുകയാണ്. ഇസ്രായേലിന് 2 പദ്ധതികളാണല്ലോ ഉള്ളത്. 1 ഹമാസിന്റെ പൂർണ്ണമായ ഉന്മൂലനം, 2 ബന്ദികളുടെ മോചനം. ജീവനുള്ള ബന്ദികളുടെ മോചനം പൂർണ്ണമായി നടന്നു കഴിഞ്ഞു. 20 ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു. ഇനിയുള്ള ഡെഡ് ബോഡീസാണ്. ഡെഡ് ബോഡീസിന് എത്രത്തോളം പ്രീമിയം ഇസ്രായേൽ കൊടുക്കുമെന്നത് ചിന്തനീയമായ കാര്യമാണ്. ദേ നോട്ട് അലൈവ്. അത് എത്രത്തോളം ബോഡീസ് ഇൻടാക്ട് ആയിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഇതൊരു തന്ത്രമാണ്. ഇത് ഒരു വലിയ സൈക്കോളജിക്കൽ, ഒരു വൈകാരിക തന്ത്രമാണ്. ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അതീവ വൈകാരികമായ ഒരു കാര്യമാണ്. പക്ഷെ ജീവനോടെ തിരിച്ചു കിട്ടാൻ സാധിച്ചില്ല എങ്കിൽ മൃതദേഹങ്ങൾ ഏത് രൂപത്തിലാണ് കിട്ടുന്നത് എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇവിടെ ഹമാസിന്റെ കയ്യിൽ ഒരു പക്ഷേ മൃതദേഹങ്ങൾ ഉണ്ടാവില്ല. അവിടെ എവിടെ ആയിരിക്കാം എന്നതിനെക്കുറിച്ച് ഹമാസ് അവർ ഒളിപ്പിച്ച ഇടത്തൊരു പക്ഷേ ബോംബിംഗ് നടന്ന് കെട്ടിടം തകർന്ന് വീണിരിക്കാം. ആ റബിൾസ് നീക്കാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ഹമാസിന്റെ കൈവശമില്ല. അത് ഇസ്രായേലിനോട് ചോദിക്കുകയാണ്.
അത് സാധിക്കുമോ? ഇസ്രയേൽ അവിടെ ചെന്ന് സ്വന്തം സൈനികരെ നിങ്ങൾ കുഴിമാന്തി എടുത്തുകൊള്ളൂ എന്ന് പറയുന്നത് അവഹേളനമായി ഇസ്രയേൽ കരുതുന്നു. ഇതെല്ലാം കണക്ക് പറഞ്ഞ് തിരിച്ചടിക്കാനുള്ള ഉപാധികളായി ഇസ്രയേൽ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കും. ട്രംപ് പറഞ്ഞല്ലോ, നിങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള അവകാശം, അവസരം, അർഹത നിങ്ങൾക്കുണ്ടായിരിക്കും. ഇത് കേട്ടാൽ മതിയാകും. വർദ്ധിത വിരുദ്ധത്തോടുകൂടെ തിരിച്ചടിക്കുന്നത്. ഹമാസ് സൂചിപ്പിച്ച ഈ പ്രശ്നങ്ങളുള്ളവരുണ്ട്, അത് എന്തുകൊണ്ട് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നില്ല? ഹമാസ് സൂചിപ്പിച്ച ഏത് പ്രശ്നമാണ് ചർച്ചയിലൂടെ പരിഹരിക്കുന്നത്? ആയുധം വെച്ച് കീഴടങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്നതോ? അത് ചർച്ചയിലൂടെ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആ മൃതദേഹങ്ങൾ ഏത് കണ്ടീഷനിലായിരിക്കും? ശീതീകരിച്ച മോർച്ചറികളിൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻടാക്റ്റായി ലഭിക്കും. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ മാസങ്ങളോളം, വർഷങ്ങളോളം കുഴിച്ചു മൂടപ്പെട്ട മൃതദേഹത്തിന്റെ ഈ ബോൺസ് മാത്രമേ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൂ. അതെ, ഇസ്രയേലിനെ ബോധ്യപ്പെടുത്താമല്ലോ ഈ പ്രശ്നം. ഇസ്രയേലിനെ ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇസ്രയേൽ ആ രീതിയിൽ ആ ചൂണ്ടയിൽ കൊളുത്താനുള്ള ഒരു സാധ്യതയുമില്ല. തങ്ങളുടെ സൈന്യം യെല്ലോ ലൈൻ ഇപ്പുറത്തേക്ക് മാറി. തങ്ങളുടെ സൈന്യം അവിടെ കടന്നു ചെന്നാൽ അത് അർത്ഥം വേറെയായി, കരാറിന്റെ ലംഘനമായി വേറെ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. അപ്പൊ ഇസ്രയേൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്നില്ല. ഹമാസിനെ ഫിനിഷ് ചെയ്യാൻ ഈ പ്രശ്നം തുടർന്നാലേ പറ്റൂ. ഇസ്രയേലിന്റെ കുശാഗ്ര ബുദ്ധിയിലുള്ള ചിന്തയാണ് ഈ പ്രശ്നം തുടരേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടരണം. എങ്കിൽ മാത്രമേ അവർക്ക് ഭരണത്തിൽ പരിപൂർണ്ണ സമാധാനമായി കഴിഞ്ഞാൽ ഹമാസ് മൂവ് ഔട്ട് ചെയ്യേണ്ടി വരും, അധികാരത്തിൽ നിന്ന് മാറേണ്ടി വരും, നിരായുധീകരിക്കപ്പെടേണ്ടി വരും. നിരായുധീകരിക്കപ്പെട്ടാൽ പിന്നെ ഹമാസ് ഇല്ല. അതിന് പകരം എന്തെങ്കിലും സംവിധാനം ഉണ്ടാകും, പക്ഷേ ഹമാസ് ഇല്ല. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ഹമാസ് മുന്നോട്ട് വെച്ച സ്വപ്നം ആര് പിന്നെ പൂർത്തീകരിക്കും? ബലപ്രയോഗത്തിലൂടെ അല്ലാതെ പലസ്തീൻ രാഷ്ട്രം സാധ്യമാവില്ല എന്നാണ് ഹമാസും പല അറബികളും പലസ്തീൻകാരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ മാത്രമാണ് നിരന്തരം ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല, ഹമാസ് ആഗ്രഹിക്കുന്നില്ല സമാധാനം തുടരേണ്ടത്. അമേരിക്കയുടെ മാത്രം ആഗ്രഹമാണ് സമാധാനം 1 വർഷം തുടർന്നാൽ, വെടിനിർത്തൽ 1 വർഷം കൂടെ തുടർന്നാൽ നോർവേജ് അല്ലെ സ്വീഡിഷ് അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ സമാധാന കമ്മിറ്റി ഒന്നുകൂടി തൻ്റെ പേര് സമാധാന നോബൽ സമ്മാനത്തിന് വേണ്ടി അടുത്ത വർഷമെങ്കിലും പരിഗണിക്കുമായിരിക്കും. ഇതൊരാഗ്രഹമാണ്. അപ്പോൾ ആരുടെയും ആഗ്രഹമല്ല. അല്ല, അപ്പോൾ 20-ന് ഈ പദ്ധതി തന്നെ ആ ഒരു ലക്ഷ്യമായിരുന്നിരിക്കില്ല. 20-ന് പദ്ധതി ഒരു വലിയ ഐ വാഷ് ആണ്. വലിയ ഒരു രീതിയിലുള്ള ഒരു ഹോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപ് ചെയ്യാനുള്ളത് ചെയ്തു, ലോകരാജ്യങ്ങളുടെ മുന്നിൽ ആദരം നേടിയെടുത്തു, ലോകരാജ്യങ്ങളെല്ലാം വിളിച്ചു വരുത്തി, തൻ്റെ ഷർം എൽ ഷെയ്ഖിൽ വെച്ച്, ഈജിപ്തിൽ വെച്ച് തൻ്റെ കാർമ്മികത്വത്തിൽ ഇതാ സെറ്റപ്പ് ആക്കിയിരിക്കുന്നു. പക്ഷേ 2 അബ്സ്റ്റെനീസ് ഉണ്ടായിരുന്നു. 1 ഹമാസ്, 2 ഇസ്രയേൽ. വിവാഹം നടക്കുന്നു, ചെറുക്കനുമില്ല പെണ്ണുമില്ല. വിവാഹം മംഗളമായി കാർമികരുടെ നേതൃത്വത്തിൽ. ചെറുക്കൻ്റെ അപ്പനുണ്ട്, പെണ്ണിൻ്റെ അമ്മയുണ്ട്, എപ്പനുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, പൂജാരിയുണ്ട്, എല്ലാം ഉണ്ട്. അല്ലെ, പള്ളിയിലാണെങ്കിൽ അച്ഛനുണ്ട്, തിരുമേനിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ പെണ്ണും ചെറുക്കനും ഇല്ലാതെ വിവാഹം നടക്കുന്ന, വരനും വധുവുമില്ലാതെ വിവാഹം നടക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഒപ്പിടേണ്ടവർ ഒപ്പിടാത്ത ഒരു സാങ്കല്പിക കരാർ മാത്രമാകുന്നു 20-ദിന കരാർ. അത് ഇസ്രായേൽ നടത്തിക്കൊടുത്ത ട്രംപിന് ഉത്തരവാദിത്വമില്ല. ഇസ്രായേൽ എങ്ങനെ ലംഘിക്കാൻ പറ്റും? ഞങ്ങൾ ഒപ്പിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ലംഘിക്കുന്നത്? ഞങ്ങൾ വാക്കാൽ പറഞ്ഞതല്ലേ ഉള്ളൂ. ഹമാസ് ലംഘിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ഒപ്പിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ലംഘിക്കുന്നത്? അതുകൊണ്ട് എല്ലാവർക്കും ന്യായം പറഞ്ഞു നിൽക്കാവുന്ന രീതിയിൽ ഒരു കാലഘട്ടം ഇപ്പൊ ഗ്രേറ്റ ടൂൺബർഗിനും കൂട്ടർക്കും ആവശ്യം. തങ്ങൾ കൂടി ഈ ഫ്രീഡം ഫ്ലോട്ടിലയിൽ കയറി കപ്പലുകളിൽ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ലോക മനസാക്ഷി ഉണർന്നത്. ഐക്യരാഷ്ട്ര സംഘടന പ്രമേയം പാസാക്കി, അതായത് ഒക്കെ പറയും. എല്ലാവർക്കും തങ്ങൾ പിടിച്ചടം ജയിച്ചു എന്ന് പറയാൻ കഴിയണം. തോൽക്കുന്നത് ഗാസയിലെ സാധാരണ ജനം മാത്രമാണ് തോൽക്കുന്നത്. ഹമാസ് അല്ല, ഇസ്രായേൽ അല്ല, അറബ് രാജ്യങ്ങളല്ല, അമേരിക്കയല്ല, ട്രംപ് അല്ല. തോൽവി. അപ്പോൾ തോൽവികൾ ഏറ്റുവാങ്ങാൻ ഗാസയുടെ ജനങ്ങൾക്ക് ഇനിയും ജീവിതം ബാക്കി എന്ന നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.